ഭക്ഷണം വെക്കാനുള്ള പ്ലാറ്റ്ഫോം ഒക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് വരാൻ പോകുന്നത് വേറെ ആരുമല്ല, സുപ്രധാന്യ വ്യക്തികളായ മത്സ്യങ്ങളാണ്. അപ്പൊ മക്കളെ ഇതേ പണി തുടങ്ങാണ്. അപ്പൊ ആദ്യമായി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു നമ്മളുടെ സ്റ്റാൻഡ് കണ്ടത്. അപ്പൊ ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വെള്ളം സംഭരിക്കാനും മീന് വളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കി എടുക്കണം. അങ്ങനെ നമ്മളുടെ ഐറ്റം ഇനി ചെറിയ ചെറിയ മിനുക്ക് പണികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെയിന്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ഉള്ളിൽ നമ്മൾ നീല കളറും പുറത്ത് വൈറ്റും ഉണ്ട് കൊടുക്കുന്നത്. അപ്പൊ വെള്ള കളർ സ്പ്രേ പെയിന്റ് വീശി അടിക്കാൻ പോവാണ്. നമ്മൾ മൊത്തത്തിൽ വെള്ളയാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു വെള്ളത്തിന്റെ ഒക്കെ ഫീൽ ഇട്ടാനായിട്ട് നീല കളർ സ്പ്രേ പെയിന്റ് അടിക്കുന്നത്. അതെ, നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഫ്രെയിം വർക്ക് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇതിലേക്കുള്ള അലങ്കാര പണികൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ലൈറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങുന്നത്. ഈ കാണുന്ന സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളത് ബാക്കിലുള്ള ആ ഒരു സ്റ്റിക്കർ പീൽ ചെയ്തിട്ട് നേരെ നമ്മളുടെ ആ ഒരു ഫ്രെയിമുമേക്ക് നമ്മൾ ഒട്ടിച്ച് സെറ്റ് ആക്കി കൊടുക്കുകയാണ്. അപ്പൊ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തു. ഇനി ഇതേ നമ്മുടെ ഫ്ലോറിൽ നമ്മൾ ആദ്യം നല്ല വെള്ളമണൽ കണ്ട കഴുകിയെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നീല പെയിന്റ് അടിച്ച് തരണം. നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇടുമ്പോൾ ശരിക്കൊരു ലഗൂൺ ഫീൽ കിട്ടുവേ. ഇനി കുറച്ച് പ്ലാന്റ്സ് ഇതിൽ വെച്ച് കൊടുക്കാട്ടാ. നമുക്ക് ചെറിയ പോർഷൻസ് ആയിട്ട് ഇത് കുഴിച്ചിടാട്ടാ. ഇത് നമ്മളിത് ചെറായി ബീച്ചിൽ പോയിപ്പോൾ വാങ്ങിയ ഒരു ശംഖാണ്. ഇത് നമ്മളിവിടെ വെച്ച് കൊടുക്കുകയാണ്. അക്വേറിയം ഉണ്ടാക്കുമ്പോൾ ഈ കാണുന്ന ഐറ്റം ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കളറുള്ള ബീഡ്സ് കുറച്ച് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാറ്റ്ഫോമാണിത്. 2 കാല് വരുന്നുണ്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. പിന്നെ നമ്മൾ ഹോൾ ഓൾറെഡി അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മളിത് ഇവിടേക്ക് അത് സെറ്റ് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം ബലമുണ്ട്. ഇനി തെന്നി പോകാതിരിക്കാനായിട്ട് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അതെ, നമ്മുടെ ഭക്ഷണം വെക്കാനുള്ള പ്ലാറ്റ്ഫോം ഒക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് വരാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ അക്വേറിയത്തിലെ സുപ്രധാന്യ വ്യക്തികളായ മത്സ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൂട്ടത്തിലെ വീരൻ ഗോൾഡ് ഫിഷിനെ ഉണ്ട് നമ്മൾ ആദ്യം ഇടുന്നത്. വാവ്, ഓക്കെ, എന്തോരം ഗോൾഡ് ഫിഷാന്ന്. ബ്ലും, ഓക്കെ, ബ്ലും 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 ബ്ലും. ഇനി 2-3 പേര് കൂടി പോകാനുണ്ട്. അങ്ങോട്ട് ഇവർ തിരിഞ്ഞാണ് കിടക്കണേ. അവിടെ അല്ല, അവിടെ. ആ, പോട്ടെ പോട്ടെ. ഓറഞ്ച് ഓൺ നോക്കി. ഐ ആം എ ഡിസ്കോ ഡാൻസ്. അടിപൊളി. അങ്ങനെ നമ്മുടെ ക്രേ ഫിഷിനെയൊക്കെ നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ടേ. ഗോൾഡ് ഫിഷിനെ കൂട്ടായിട്ട് കുറച്ച് കാർപ്പിന് ഇട്ട് കൊടുക്കാം കേട്ടാ. കറുപ്പ് മീനുകൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് കുറച്ച് മോളി കുഞ്ഞുങ്ങളെ കേട്ടാ. ഇവരുടെ പ്രത്യേകത എന്താ പറയുക, നമ്മുടെ ഗോൾഡ് ഫിഷിനൊക്കെ നല്ല ആക്റ്റീവായിട്ട് വയ്ക്കും നമ്മുടെ മോളി. അങ്ങനെ നമ്മുടെ മീനുകളെ ഇട്ടു, ലൈറ്റ് ഇട്ടു, മൊത്തത്തിൽ സെറ്റായി. ഇപ്പൊ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. നോക്കി, നമ്മളുടെ ടേബിള് മൊത്തത്തിൽ റെഡി ആയിക്കാണ്. പക്ഷെ ഇതിൽ ഒരാളോട് വരാനുണ്ട്. മൊത്തത്തിൽ എല്ലാ മീനുകളെയും പേടിപ്പിക്കാനായി ഒരു പ്രൊഡക്ടർ. വേറെ ആരുമല്ല, നമ്മളുടെ മഡ് ക്രാബ്. ഇവനും കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിടാൻ പോവാണ്. ഓടിയൻ്റെ അടുത്ത് വരരുത്. ഇങ്ങടല്ലടാ, അങ്ങോട്ട് പോടാ. ആ, അതന്നെ, 2 സ്റ്റെപ്പ് കൂടി. അങ്ങനത്തെ നമ്മളുടെ ഞണ്ടൂട്ടനെ വെള്ളത്തിലേക്ക് വിട്ടേക്കാണ്. അവന്റെ പരാക്രമം നോക്കി. അപ്പൊ നോക്ക് മക്കളെ, നമ്മുടെ അക്വേറിയം ഡൈനിങ് ടേബിൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആയി നല്ല ചട്ടിച്ചോറാണ്. ചട്ടിയില്ലാത്ത കാരണം നേരെ പാള പ്ലേറ്റിലാണ് കേട്ടോ. കണ്ട, ഒരു സദ്യ നടത്താനുള്ള പ്ലാറ്റ്ഫോം സൈസിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീൻകൂട്ടന്മാരൊക്കെ ഇങ്ങനെ ഓടി നടക്കും. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും 2 വറ്റൊക്കെ അവർക്ക് കൊടുക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുത്ത് മക്കളെ കഴിച്ചോ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കണം. ചിക്കനെ കൂട്ടി കഴിക്കാം. അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിച്ച് തീരാറായിട്ടാ. അപ്പോൾ എന്തായാലും നമ്മുടെ അക്വേറിയം ഡൈനിങ് ടേബിളില് സംഭവം നമുക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം അത് വേറെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ചെയ്ത സാധനം സക്സസ് ആയി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്.